ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആംസ്റ്റർഡാമിൽ ലാസ്റ്റത്തെ ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് കുറച്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? ആൽബർട്ട് ക്യൂബ് മാർക്കറ്റിലാണ്. അങ്ങനെ തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. ഇതൊരു ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ സ്ട്രീറ്റാണ്. ഇവിടെ കുറേ ലൈക്ക് ജ്യൂസസ്, അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് അങ്ങനെയൊക്കെ കിട്ടും. അത് അതിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം. അതെ. അങ്ങനെ നമ്മൾ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ആദ്യം തന്നെ അവിടെ നിന്നുള്ള ഒരു ജ്യൂസൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ മെല്ലെ ബാക്കി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കിവിയുടെ ഒരു ജ്യൂസായിരുന്നു തോന്നുന്നു. ഞാനൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് മേടിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് നല്ല ജ്യൂസൊക്കെ ആയിരുന്നു. അതുമാത്രമല്ല ജ്യൂസിൻ്റെ റേറ്റ് ഭയങ്കര അഫോർഡബിളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഈ ആൽബർട്ട് കേപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നെതർലാൻഡ്സിലെ ഒരു മാർക്കറ്റാണ്. അതുമാത്രമല്ല ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 100 ഇയേഴ്സൊക്കെ ആയിട്ട് ഇവിടെയുള്ളൊരു മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിൽ വരുന്നതിന് മുന്നേ നമ്മൾ ഈ മാർക്കറ്റിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല അഫോർഡബിൾ റേറ്റിലൊക്കെ എല്ലാം കിട്ടും എന്നാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ നമുക്ക് അത്ര അഫോർഡബിളായിട്ട് തോന്നിയില്ല. കാര്യം ചില കാര്യങ്ങളൊക്കെ നല്ല അഫോർഡബിളാണ്, ചില സാധനങ്ങളൊക്കെ. പക്ഷേ ചില സാധനങ്ങൾക്ക് ഭയങ്കര ഓവർ പ്രൈസ് ആയിട്ട് തോന്നി. അതായത് ഈ ജ്വല്ലറി ഞങ്ങൾ മേടിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളൊരു ജ്വല്ലറി ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ എത്ര റേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയായിരുന്നേ. പിന്നെ ഈ മാർക്കറ്റ് നമുക്ക് ഭയങ്കര ലൈവ്ലി ആയിട്ട് തോന്നി കേട്ടോ. അതായത് ഭയങ്കര നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വൈബല്ലേ അല്ലേ. ഇപ്പം നമ്മളെല്ലാം ഒന്നും മേടിച്ചില്ലെങ്കിലും നമ്മളെല്ലായിടത്തും കയറി റേറ്റൊക്കെ നോക്കി ചുമ്മാ നടക്കുക. സത്യം പറഞ്ഞാൽ അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും മേടിച്ചില്ല, പക്ഷെ നല്ല രസമായിരുന്നു. പിന്നെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെയാണ് മെയിൻലി. എന്നാലും കുറച്ച് സുവനീഴ്സ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ സാധനം ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് പറയുന്നത് സ്ട്രൂപ്പ് വാഫിൽ എന്നാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഒത്തൻറ്റിക് രീതിയിലാണ് അവരിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അറിയാമല്ലോ, ഫുഡ് മുഖ്യം ബിഗിലേന്നാണല്ലോ. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഷവർമ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പോയപ്പോൾ നമ്മുടെ നാട്ടിലെ മത്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കുറേ നേരം നോക്കി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സീ ഫുഡ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പോൾ സീ ഫുഡിൻ്റെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി. നമ്മുടെ നാട്ടിലെ മത്തി, അയില അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് അങ്ങനെ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. പിന്നെ നല്ലൊരു ഡച്ച് വൈബ് കിട്ടും ഇവിടെ പോകുമ്പോഴത്തേക്കും. ഇവരുടെ ചീസ്, പിന്നെ നട്ട്സ് കാര്യങ്ങൾക്കൊക്കെ വിലക്കുറവായിട്ട് തോന്നി എനിക്ക്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അഫോർഡബിൾ റേറ്റിലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് എല്ലാത്തിനും അല്ല, ചില സാധനങ്ങൾക്ക് നമുക്ക് കുറച്ച് ഓവർ പ്രൈസ് ആയിട്ട് തോന്നി, അതാ പറഞ്ഞത്. അപ്പം നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് സൂനിയറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് അടിപൊളി ഡംപ്ലിങ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ള നല്ല ഒത്തൻറ്റിക് ഡംപ്ലിങ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ മാർക്കറ്റിൽ നമുക്കെല്ലാം കിട്ടും. അതായത് ഫുഡ്, പിന്നെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, വെജിറ്റബിൾ ആയിക്കോട്ടെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ക്ലോത്ത്, അങ്ങനെ എല്ലാം ഉള്ളൊരു അടിപൊളി മാർക്കറ്റാണ് കേട്ടോ ഇത്. ആൽബർട്ട് കേപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെതർലാൻഡ്സിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഔട്ട്ഡോർ മാർക്കറ്റാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഷവർമ, അതായത് മെയിനായിട്ട് നമ്മൾ കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഷവർമ, അതുപോലെ തന്നെ ബക്ലാവ, അങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സീ ഫുഡ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഒരു സീ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷ്രിമ്പായിരുന്നു കേട്ടോ മേടിച്ചത്. കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഷ്രിമ്പൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വന്നേക്കുന്ന വാൻ സ്റ്റെപ്പല്ലയിലോട്ടാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കുക്കി ഷോപ്പ്
ഷോപ്പാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് തനിമലയാളിയുടെ വ്ളോഗിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പം അന്ന് മുതലുള്ള ആഗ്രഹമാണ് നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ വന്നു. ലോങ് വെയിറ്റിംഗ് ഒക്കെ ആയിരുന്നു, പക്ഷെ എന്നാലും കുക്കി തീർന്നു പോയിട്ടില്ല. സാധാരണ ഇവിടെ കുക്കി തീർന്നു പോകാറുണ്ട്, അതുമാത്രമല്ല ലിമിറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെളിയിൽ ഡാർക്ക് ചോക്ലേറ്റും ഉള്ളിൽ വൈറ്റ് ചോക്ലേറ്റാണ്. വെളിയിലൊരു ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറൊക്കെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങി ട്രൈ ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കുക്കിയാണ് കേട്ടോ അവരവിടെ ഉണ്ടാക്കുന്നത്, പക്ഷേ കിടിലൻ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആംസ്റ്റർഡാം വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ട്രൈ ചെയ്യണേ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.